So we are moving into chapter 3, foreign direct investment and balance of payment. International ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ടേമുകളാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ വേറെ ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് കടക്കാം. FDI is a modern technique that was adopted for globalization. It plays an important role in growth of a business and also maintains balanced inflow and outflow of finance. Every country has its own FDI policy. Balance of payment is also an important factor of business with maintained records of transaction of a country with other country. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. Foreign direct investment simply refers to the act of investing capital in a business enterprise that operates overseas and in a foreign country. ഒരു വിദേശ രാജ്യത്തുള്ള ഒരു ബിസിനസ്സിലേക്ക് മൂലധനം നിക്ഷേപിക്കുന്ന ഒരു പ്രക്രിയയാണ് FDI എന്നറിയപ്പെടുന്നത്. ദ ഇൻവെസ്റ്റർ ഈസ് യൂഷ്വലി എ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. ഇവിടെ നിക്ഷേപകൻ എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആയിരിക്കും. ദ കൺട്രോൾ ഓവർ ദ എൻ്റർപ്രൈസ് ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഡസ് നോട്ട് മിയർലി ഇൻവോൾവ് the control of invested capital. It controls the term of actual power of management and effective decision making in the major areas of working. അതായത് നമ്മൾ നിക്ഷേപിച്ച തുകയുടെ മുകളിൽ മാത്രമല്ല അവിടെ കൺട്രോൾ ഉള്ളത്, ആ കമ്പനിയുടെ മൊത്തം പവർ ഓഫ് മാനേജ്മെൻറ്റിൽ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇതുണ്ടാവും. സപ്പോസ് ടു കൺട്രോൾ to 10%. The holder relevant in the case of foreign investor opens a whole new business operation in another country simply merges with a local enterprise for the same purpose. In effect, it is like any regular enterprise that invites investment and then grants the donor that investment certain degree of control of enterprise. ഏതെങ്കിലും ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലേക്ക് നിക്ഷേപകരെ ക്ഷണിക്കുകയും അങ്ങനെ നിക്ഷേപകരെ ക്ഷണിച്ചാൽ അതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്പനിയുടെ നിയന്ത്രണത്തിൽ നിശ്ചിത ഭാഗം അവർക്ക് എന്ത് ചെയ്യും, certain degree എന്ത് ചെയ്യും, കൊടുക്കുകയും ചെയ്യും. പിന്നെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗവും. അതുപോലെ തന്നെയാണെന്ത് ഇത്. The only difference here is that investor is actually a foreign party. ഇവിടെയുള്ള ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഫോറിൻ പാർട്ടി ആയിരിക്കും ഇതിലെന്ത് ചെയ്യുക, നിക്ഷേപിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ രാജ്യത്തും വ്യത്യസ്തമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണല്ലോ. അതൊക്കെ എന്ത് ചെയ്യും, ഇവിടെ കാരണമാവും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന്. ഇമ്പോർട്ടൻസ് ഓഫ് FDI. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും ചെയ്യാതെ ഈസി ഇൻ്റർനാഷണൽ ട്രേഡിനുള്ളൊരു മാർഗ്ഗമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റൊരു രാജ്യത്ത് നമ്മുടെ സ്വന്തമായിട്ട് ഒരു ബിസിനസ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ബൂസ്റ്റ്. എക്കണോമിക് ബൂസ്റ്റുകൾ ഉണ്ടാവും. ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ റിസോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, വളർത്തിയെടുക്കാം. റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാം, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ടെക്നോളജി, സ്കില്ല് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. അടുത്ത ടൈപ്സ് ഓഫ് FDI ആണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ വരുന്നതാണ് ഇൻവാർഡ് FDI. It is a particular form of inward investment when foreign capital is invested in local resources. ഫോറിൻ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, ലോക്കൽ റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എൻകറേജ്ഡ് ബൈ ടാക്സ് ബ്രേക്ക്, സബ്സിഡി, ലോ ഇൻട്രസ്റ്റ് ലോൺസ്, ലോങ് ടേം ഗെയിൻസ് വർത്ത് മോർ ദാൻ ഷോർട്ട് ടേം ലോസ്. ഔട്ട്വാർഡ് FDI. It is a direct investment abroad. ലോക്കൽ ക്യാപിറ്റൽ ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഫോറിൻ റിസോഴ്സസ്. ഔട്ട്വാർഡ്, പുറത്തേക്ക് പോവുക. It is encouraged by the government-backed insurance to cover risk. Greenfield investment. These are the primary target of the US national promotional efforts. It is a creation of new production capacity and job. Creation of the new offices, creation of the new infrastructure facilities, etc. Merger and acquisition. Cross-border acquisition occur when the control of an assets and operations is transferred from a local to foreign company, with that local company becoming an affiliate to the foreign company. മെർജർ ചെയ്യുക എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുന്നു അസറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ലോക്കൽ ടു ഫോറിൻ കമ്പനി. ലോക്കൽ കമ്പനി ഫോറിൻ കമ്പനിയുടെ അഫിലിയേറ്റ് ആയിട്ട് മാറുന്നു. ഹൊറിസോണ്ടൽ. ഇറ്റ്സ് വെൻ എ കമ്പനി ഇൻവെസ്റ്റ് മെയ്ഡ് ഫോർ കണ്ടക്ടിങ് ദ സിമിലർ ബിസിനസ് ഓപ്പറേഷൻ ഇൻ അനദർ കൺട്രി. അതാണ് ഹൊറിസോണ്ടൽ. FDI എന്ന് വെച്ചാൽ ഒരേ ബിസിനസ് ചെയ്യുന്ന മറ്റൊരു രാജ്യത്തുള്ള സ്ഥാപനത്തിലേക്ക് ഈ രാജ്യത്തുള്ള കമ്പനി എന്ത് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഇൻറ്റഗ്രേഷൻ, എക്സ്പാൻഷൻ ഓഫ് എ ഫേം ഇൻ ടു ദ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് അതർ ദാൻ ഓഫ് ദി ഒറിജിനൽ ബിസിനസ്. പുതിയ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോവുക. റിസോഴ്സ് സീക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാർക്കറ്റ് സീക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എഫിഷ്യൻസി സീക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ FDI ചെയ്യാറുണ്ട്. ഓക്കെ, പല രീതിയിലുണ്ട്. നമുക്കൊരു സ്ഥാപനത്തിൻ്റെ ഷെയർ വാങ്ങിക്കൊണ്ട് മെർജർ ആൻഡ് അക്വിസിഷൻ,
പിന്നെ ടാക്സ് ഹോളിഡേ, ഇതൊക്കെ മെത്തേഡുകളാണ്. അഡ്വാൻറ്റേജ് ഓഫ് FDI, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, അവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നോക്കും. അവിടെ ഹോസ്റ്റ് ചെയ്യുന്ന, അതായത് ഈ കമ്പനിയെ സ്വീകരിക്കുന്ന, ഫോറിൻ കമ്പനിയെ സ്വീകരിക്കുന്ന രാജ്യത്തിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരും. അൺഹെൽത്തി കോമ്പറ്റീഷൻ ടു ഡൊമസ്റ്റിക് പ്ലേസ്, അത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്, ത്രെഡ് ടു ഇൻഡിജീനിയസ് ടെക്നോളജി, ത്രെഡ് ടു ലോക്കൽ പ്രോഡക്ട്സ്, ബെനിഫിറ്റ്സ് ടു ഹോസ്റ്റ് കൺട്രീസ്, ഇംപ്രൂവിങ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ബെനിഫിറ്റാണ്, ഹോസ്റ്റ് കൺട്രിക്കുള്ള ബെനിഫിറ്റുകളാണ്. രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് വർദ്ധിക്കും, എംപ്ലോയ്മെൻറ്റ് കൂടും, ടാക്സ് റവന്യൂ കൂടും, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും, ബിൽഡിംഗ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഹോം കൺട്രിക്ക് എന്താണ് ബെനിഫിറ്റ്, കോസ്റ്റ് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. റിസ്ക് ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹിൻഡ്രൻസ് ടു ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്കണോമിക് നോൺ വയബിലിറ്റി, expropriation, investment abroad takes away employment opportunity. Benefits to home countries, access to markets, access to resources, reduce cost of production, investment incentives, etc. FDI policy in India. FDI policy 100% ആണ്. Certain sectors are 100% permitted. In certain sectors prohibited sectors are there. Restricted sectors are banking, public sector and defense industry, broadcasting, content service, print media and cable networks, petroleum and natural gas, scheduled air transport service, insurance, private security agencies, multi-brand retail trading, all restricted to certain percentage. Prohibited areas, lottery business including government or private lottery, online lottery, gambling and betting including casino, chit fund, Hindi company trading in transferable, manufacturing of cigars, cheroots, tobacco, activities sectors not open to private sector investment are atomic energy and railway operations. Unrestricted areas, mining, manufacturing related commercial activities, information technology related activities, e-commerce related activities. Trends in FDI. FDI is also exploiting the wide range of opportunity and utilizing the same to attain the desired developments in the nation. Next one, foreign portfolio investment. It's a passive holdings of securities such as foreign stocks, bonds and other financial assets. None of the entails active management, control the securities issues by the investor. In 1992, India opened the economy, allowed the foreign portfolio investment in the domestic stock market. It has emerged as a major source of private capital inflow in this country. Advantages of foreign portfolio investment. It gives investment opportunity to engage international diversification of portfolio asset, in which turn helps to achieve a higher risk adjusted return. That means an investor who has stock in different countries will experience less volatility over the entire portfolio. Investor who has a foreign investment portfolio have a broader credit base because they have access credit in foreign countries. Okay, when an international investor invests in the passive holdings of the company. Okay, balance of payments. Balance of payment, comprehensive record of economic transaction of the residents of the country with the rest of the world during a given period of time, usually 1 year. Okay, then there are two types of account, current account and capital account. Composition of balance payment, current account income or income account, balance of payment including flow of gold, goods and services between rest of the world and the country, commodity imports and exports, service import and exports. Current account includes merchandise import and exports, travel, transportation, insurance, investment income, government not included elsewhere, transfer of payment. Capital account covers all the debts and claims payable, money those who are constituting money, contains all the changes in the claims of the country owed to the rest of the world. Loans, amortization, reserve, miscellaneous, private capital, banking capital, etc. Autonomous transaction. A deficit appears when autonomous transaction requires payment exceed receipt. Payment exceeds receipts. Okay, payment exceed avanengil. Equilibrium means economy without employment.
export equal to import, static equilibrium, and short period semi exports and import differ by the amount of short-term capital movements. BOP disequilibrium, structural disequilibrium, there is some kind of balance of payment is the difference between different from balance of trade. Balance of trade means balance of visible trade, that is trade in goods or merchant accounting over a given period. If export exceed import, the trade balance is said to be favorable. The excess imports over the unfavorable balance of trade. Okay, these are the major details related to this chapter.